വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിലെ ശിവൻ വന്നു പോയതിന് ശേഷമാണെങ്കിൽ പിന്നീട് ശാലിനി വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം മുകളിലത്തെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊന്നു ചെല്ലുന്നുണ്ട്. അന്നേരം പൊന്നു പറയുകയാണ്, ശിവനെ സത്യാമ്മ വഴക്ക് പറഞ്ഞു, കുഞ്ഞിൻ്റെ പേര് പറഞ്ഞാണ് വഴക്കുണ്ടാക്കിയത് എന്നുള്ളത്. അതായത് ശാലിനിയുടെ പേര് പറഞ്ഞാണ് വഴക്കുണ്ടാക്കിയത് എന്നാണ് അവിടെ പൊന്നു പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ വന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്നും വിഷ്ണുവേട്ടൻ്റെ പെണ്ണ് തന്നെ ആയിരിക്കും, അത് സത്യാമ്മയ്ക്ക് വിശ്വസിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അന്നേരം സത്യഭാമയ്ക്കും ചെറുതായിട്ടൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ശാലിനി അങ്ങനെ സംശയിച്ചതിലൊക്കെ. അതിനുശേഷം കാണിക്കുന്നത് അവിടെ കുടുംബശ്രീ വീടാണ്. അവിടെ ശാരികയാണെങ്കിൽ നേരത്തെ തന്നെ ശ്യാമയും രോഹിത്തും തമ്മിൽ വഴക്ക് കൂടുന്നതും ഒക്കെ കേട്ട് ശാരിക ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് കുഞ്ഞ് മുടിക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്. ആ ഒരു വിഷമത്തിൽ ശാരികയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശാരിക രാജീവിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ രാജീവിൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ ഉമ്മറത്താണെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ ടവലൊക്കെ വിരിച്ച് കിടത്തിയിട്ട് ശാരിക അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ കുടുംബശ്രീ വീട്ടിൽ അറിയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ശാരിയും കുഞ്ഞിനെ എവിടെയെങ്കിലും കാണാനില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കുറുപ്പ് സാറും രോഹിത്തും ശ്യാമയും ഒക്കെ ഉണ്ട്. അവരവിടെ മൊത്തം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ശാരികയെ കാണുന്നില്ല. ഒരു എഴുത്ത് അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ട് പോയില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം ശാരിക ഒരു ആത്മഹത്യ ചെയ്യാൻ എന്നോണമാണ് പോകുന്നത്. ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. അന്നേരം ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുന്നു തോന്നുന്നു. പക്ഷേ മരിക്കുന്നില്ല. അപകടം പറ്റി ഇങ്ങനെ ആരൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാർത്ത ശാലിനിയെ ആരോ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ ഷോക്കാവുകയാണ്. അവിടെ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ നിന്നും അറിയുന്നുണ്ട്. രോഹിത്തും എല്ലാവരും ആകെ ടെൻഷനാവുന്നുണ്ട്. ഇങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ. പക്ഷേ ശ്യാമയുടെ ആ ഭാവമാറ്റം അവിടെ കാണിക്കുന്നില്ല. ശ്യാമയെ കാണിക്കുന്നില്ല. രോഹിത്തിനെയും ഗോപാലകൃഷ്ണനെയും ശാലിനിയൊക്കെ കാണിക്കുന്നുള്ളൂ. അന്നേരം ഇവിടെ ഈ അമ്മയുടെ അമ്മാവൻ്റെ രാജീവിൻ്റെ ആ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്തിയിട്ട് പോയല്ലോ. അവരിങ്ങനെ മുറ്റത്തേക്ക് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം അവരും അറിയുന്നുണ്ട് ശാരിക ഇങ്ങനെ ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളത്. അന്നേരം ഈ അമ്മാവനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, അപ്പോൾ പോലീസ് കേസ് ആകാൻ വേണ്ടി തന്നെയാണ് അവളിങ്ങനെ മനഃപൂർവ്വം ചാടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഈ ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ശിവനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. ശിവനാണെങ്കിൽ അന്നേരം സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ആ സമയമായിരുന്നു. സത്യയും പപ്പിയൊക്കെ മുറ്റത്തേക്ക് ഇറക്കിയതേ ഉള്ളൂ. തുടർന്ന് ശിവനെയും വിളിച്ചുകൊണ്ട് ആ ജീപ്പിൽ തന്നെ, വിഷ്ണുവിൻ്റെ ജീപ്പിൽ തന്നെ ശാലിനിയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ശാലിനി ആകെ ടെൻഷനിലും വിഷമത്തിലും ഒക്കെയാണ്. ശിവൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുമുണ്ട്. ഇത്രയുമാണ് ഈ ഒരു സീനി കാണിക്കുന്നത്. അപ്പോൾ ശാരികയെ രക്ഷിക്കാനായിട്ട് ശാലിനിക്ക് കഴിയുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇനി രാജീവിൻ്റെ തിരിച്ചുവരവൊക്കെ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ശാരികയുടെ ആ ഒരു ജീവിതം പിന്നീട് രാജീവിനെയും മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമോ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്യാമയുടെ ആ ഒരു പ്രശ്നമൊക്കെ തീരുമായിരിക്കും. പിന്നീട് ശ്യാമയും രോഹിത്തും മാത്രമാവും കുടുംബശ്രീയിലൊക്കെ. പിന്നീട് ഇവിടെ ശാരദാമ്മ എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. ശാരികയുടെ ഈ ഒരു അവസ്ഥയിലെങ്കിലും എന്താകുമെന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ. സത്യഭാമ ശിവനെ വീണ്ടും തിരിച്ചെടുക്കുകയും ജോലിക്ക് കയറുകയൊക്കെ ചെയ്യും. ഇതിനുശേഷമാണ് പിന്നെ അതിന് മുന്നെയാണ് മഹേന്ദ്രനാണെങ്കിൽ ശിവനെ കാണാൻ വരുന്നത്. ആ ഒരു പിണക്കമൊക്കെ മാറുന്നതൊക്കെ ബാക്കി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.